ഇതാണ് നമ്മുടെ വെക്കുന്നുണ്ട് 20. ഇതാണ് നമ്മുടെ പെർഫോമൻസ് കാർബറേറ്റർ കണ്ടീഷനാണ്, ഉണ്ടാവില്ല. ഞാൻ തന്നെ ഏകദേശം ഒരു 5000+ കാര്യങ്ങൾ മാറാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ടാങ്കിങ് കാര്യം കാർബറേറ്റർ പെർഫോമൻസ് അയോൾ നമ്മളങ്ങനെ നമ്മുടെ വണ്ടിക്ക് പെർഫോമൻസ് അപ്ഗ്രേഡ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കോഡ് വയറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, യൂണിയുടെ ഓപ്പൺ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, കോയിലും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, പെർഫോമൻസ് കോയിലും കാര്യങ്ങളെല്ലാം. നമുക്കങ്ങനെ നമ്മുടെ കരീഷ്മയിൽ കയറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓൾറെഡി നമ്മൾ കാർബറേറ്റർ പെർഫോമൻസ് കാർബറേറ്റർ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് ഇനി ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് പെർഫോമൻസ് അപ്ഗ്രേഡ് ആവും. ഫസ്റ്റ് തന്നെ നമുക്ക് കോയിലും കാര്യങ്ങളും മാറാം. കോയിലും കാര്യങ്ങളും മാറാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ടാങ്കും കാര്യങ്ങളെല്ലാം അടിക്കണം. ടാങ്ക് അടിക്കണം, ഫ്രണ്ട് ഗിറ്റ് അടിക്കണം. ഫ്രണ്ട് ഗിറ്റ് അടിച്ച് ടാങ്ക് പൊക്കിയിട്ട് വേണം നമുക്ക് പഴയ കോയിലും കാര്യങ്ങളെല്ലാം ഊരി എടുത്തിട്ട് നമ്മുടെ പുതിയ കോയിലും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി. ഇതാണ് പഴയ കോഡ് വയറിൻ്റെ അവസ്ഥ. അത്യാവശ്യം മോശം കണ്ടീഷനാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ടും പഴക്കം കൊണ്ട് വരുന്നതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അപ്ഗ്രേഡിന് വേണ്ടി മാത്രം മാറുന്നതാണ്. ഇതാണ് നമ്മുടെ കോഡ് വയർ. ഇത് കോഡ് വയറിൻ്റെ കൂടെ തന്നെ വരുന്ന കണക്ടറും കാര്യങ്ങളുമാണ്. ഇത് വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടറും കാര്യങ്ങളുമാണ്. ബാക്കി തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെർഫോമൻസ് കാർബറേറ്റർ. ഈ കാർബറേറ്ററാണ് നമ്മൾ നമ്മുടെ വണ്ടി വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് 24mm കാർബറേറ്ററാണ്. 24mm ആണ് നമ്മൾ മെയിൻലി കരീഷ്മയ്ക്ക് വെക്കുന്നത്. 26ഉം വെക്കുന്നുണ്ട്, 24ഉം വെക്കുന്നുണ്ട്. 21ഉം വെക്കാം. 21 വെച്ച് കഴിഞ്ഞാൽ വലിവും കാര്യങ്ങളെല്ലാം കുറച്ച് മടുപ്പുണ്ടാവും. 24 ആയിരിക്കും പെർഫെക്റ്റ് സൈസ്. അപ്പോൾ 24 വെക്കുമ്പോഴത്തേന് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് മൂന്നും. പിന്നെ ഇത് വെക്കുന്നതുകൊണ്ട് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. മിസ്സിങ്ങോ കാര്യങ്ങളോ പിന്നെ ഉണ്ടാവില്ല. ഞാൻ തന്നെ ഏകദേശം ഒരു 5000+ കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഞാൻ 50+ പീസ് കരീഷ്മയ്ക്ക് മാത്രം കൊടുത്തിട്ടുമുണ്ട്, പല സൈസായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. പിന്നെ ഈ 24mm ഉദ്ദേശിക്കുന്നത് ഈ മൗത്തിന്റെ സൈസാണ്. ഇത് വന്നിട്ട് 24-ലുണ്ട്, 21-ലുണ്ട്, 26-ലുണ്ട്, 28-ലുണ്ട്, 30-ലുണ്ട്. അങ്ങനെ സൈസ് വ്യത്യാസം വരുന്നതോറും ഈ മൗത്തിന്റെ ഡയമീറ്ററും കാര്യങ്ങളെല്ലാം കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ സൈഡ് കവറും കാര്യങ്ങളെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇത് വെക്കുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു അപ്ഗ്രേഡും ആവും. നമ്മുടെ ഈ കോൾഡ് സ്റ്റാർട്ട് ഇഷ്യൂവും കാര്യങ്ങളെല്ലാം മാറിയും കിട്ടും. അത്യാവശ്യം മഴയും കാര്യങ്ങളും ഉണ്ട്. അതാണ് വേറെ സൗണ്ടും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും മാറുന്ന പരിപാടി നോക്കാം. ഏകദേശം ഈ ഒരു ക്യാപ്പിന്റെ അടിയിലാണ് നമ്മുടെ ഓൾഡ് കോയിലും കാര്യങ്ങളെല്ലാം വരുന്നത്. ജസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് കോയിലും കാര്യങ്ങളും എല്ലാം. ഇത് നമുക്ക് നേരെ ഊരി എടുത്തിട്ട് നമ്മുടെ പെർഫോമൻസ് കോയിലും കാര്യങ്ങളെല്ലാം വെക്കാം. കട്ട് ചെയ്യണ്ട. ഇതാണ് നമ്മുടെ പഴയ കോയില്. ഇത് വന്നിട്ട് നമ്മുടെ പുതിയ കോയില്. ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യണം. അത്യാവശ്യം സെയിം സൈസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ചെറുതായിട്ട് രണ്ട് അതിനായിട്ട് ബോൾട്ടിട്ട് മുറുക്കാൻ വേണ്ടിയുള്ള ഗ്യാപ്പ് കുറച്ച് നീളം വരുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നേരെ ഡയറക്റ്റ് വിട്ടാണ്. ഒരു പിന്ന് തന്നെയാണ് കളക്ടർ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എന്താണ് നമുക്ക് വെച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം.
അങ്ങനെ നമ്മുടെ കോയിലും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് രണ്ട് എർത്ത് ഒരു സൈഡിൽ കൊടുത്തിട്ട് ആ കണക്ടർ നമ്മുടെ സിഗ്നലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കോയിലും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. വേറെ ലീക്കേജസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ആ കോഡ് വെയർ കൊടുക്കുന്നതാണ്. കോഡ് വെയർ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വീഡിയോ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ബോഡി എർത്തിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടാകും. നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട്. വോയിസ് കട്ടായി പോയി, അതാണ് നമ്മൾ എക്സ്ട്രാ വോയിസ് ഇടുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടി ഓൾറെഡി സ്റ്റാർട്ടിങ് ആണ്, സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. അത്യാവശ്യം നല്ല രീതിക്ക് ഇൻറ്റൻസിറ്റി ഉള്ള സ്പാർക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ കോയിൽ പിടിപ്പിക്കുന്ന പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ ആ പ്ലഗ് അഡാപ്റ്ററും കൂടെ പിരിച്ച് കയറ്റി സെറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പഴയ ഈ എടുത്ത ടൈമിൽ വീഡിയോയ്ക്ക് ഓഡിയോ ഇല്ലാതെ പോയി, അതാണ് വോയിസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇനി അടുത്ത വീഡിയോ കാണാം.